ഹലോ വ്യൂവേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ടുട്ടൂസ് കിച്ചൻ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു റെസിപ്പി ആയിട്ട് വന്നേക്കുന്നത് നമ്മൾ ബീഫ് ചില്ലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അധികം വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പം നമ്മളൊരു 1/2 കിലോ ബീഫ് നല്ല ചെറുതായിട്ട് ഫൈനായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നതാണ്. ബീഫ് ചില്ലിക്ക് ഫൈനായിട്ട് അരിയുക. ഇനി അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളിവിടെ കോൺഫ്ലോർ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു 3 ടീസ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കുക. കോൺഫ്ലോറിന് പകരം അരിപ്പൊടി, അതിന് നല്ലത് കോൺഫ്ലോർ തന്നെ യൂസ് ചെയ്യുക, അതായിരിക്കും നല്ലത്. ഇനി ഒന്ന് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ സെയിം അളവിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സ് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് പിടിക്കാനൊക്കെ ആയിട്ട്, ആ മസാലയ്ക്ക് ഒന്ന് പിടിക്കാനായിട്ട് വെക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ കോക്കനട്ട് ഓയിലിലേക്ക് മൊത്തം അങ്ങ് ഒരുമിച്ച് തന്നെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ അങ്ങ് വെച്ചേക്കുക. അപ്പോൾ ഒന്ന് നല്ലപോലെ ബീഫ് വെന്തും വരും, അതുപോലെ ഫ്രൈ ആയിട്ടും വരും. ഇപ്പം നമ്മൾ നൈസായിട്ട് നല്ല ഫൈനായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നത് കൊണ്ട് ബീഫ് വേവാനായിട്ട് ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല. നല്ലപോലെ അങ്ങ് വെന്ത് വരും. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഒരു ഭാഗം ഏകദേശം ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നെക്സ്റ്റ് ഭാഗത്തേക്ക് ഒന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഏകദേശം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ സെയിം വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള സോസ് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു 2 സവാള എടുക്കുന്നുണ്ട്. ആ 2 സവാള ഇട്ട് കൊടുക്കുക. ഫൈനായിട്ട് അരിഞ്ഞതാണ്. ഇനി അതിനെ ഒന്ന് നല്ലപോലെ അങ്ങ് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ടാണ് ഇനി വഴറ്റേണ്ടത്. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഇഞ്ചി, ഫൈനായിട്ട് അരിഞ്ഞു വെച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഫൈനായിട്ട് അരിഞ്ഞു വെച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ ഏകദേശം ഒരു വെളുത്തുള്ളി ഒരു 10 എണ്ണമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഫൈനായിട്ട് അരിഞ്ഞത്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണമാണ്. ഇനി അതൊന്ന് നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ പച്ചമുളകിനെ ഞാനൊന്ന് ഫൈനായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ബീഫ് ചില്ലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏകദേശം ഇങ്ങനെ സ്ലൈസ് ചെയ്ത് ഒരു സൈഡായിട്ട് കട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ഭംഗിയുള്ളൊരു ഷേപ്പിലൊക്കെ ആയിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ നമുക്ക് ബീഫ് ചില്ലിയിൽ അത് കിടക്കുന്ന കാണാൻ നല്ല രസമുണ്ടായിരിക്കും. നമുക്ക് അതിനകത്തേക്ക് കണ്ടോ, ഞാൻ ഈ ഒരു ഷേപ്പിലാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. ഏകദേശം ഒരു 5 എണ്ണം ഉണ്ട്. എരിവിനനുസരിച്ചിട്ട് നമുക്ക് പച്ചമുളകിൻ്റെ അളവ് അങ്ങ് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കുക. ശേഷം ഇതിനകത്തേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ക്യാപ്സിക്കം ഉണ്ട്. അത് ഞാൻ ഏകദേശം ഒരു 1/2 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ക്യാപ്സിക്കം കൂടെ ഇനി അടുത്തതായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇനി ക്യാപ്സിക്കം ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ അങ്ങ് വഴറ്റിയെടുക്കുക. ഈ ക്യാപ്സിക്കം ഒക്കെ നല്ലപോലെ അങ്ങ് വഴറ്റാന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇത് ആ ചൂട് കിട്ടിയാൽ തന്നെ അങ്ങ് വെന്ത് വരും. അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് സോസുകളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മളിവിടെ സോയാ സോസ്, ചില്ലി സോസ്, അതുപോലെ ടൊമാറ്റോ സോസാണ് യൂസ് ചെയ്യുന്നത്. സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ് ഈ 3ഉം നമ്മൾ ഏകദേശം ഒരു 2 ടീസ്പൂൺ അളവിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ചില്ലി സോസ് കുറച്ച് കൂടുതൽ അളവ് യൂസ് ചെയ്യുന്നുണ്ട്, കാരണം കുറച്ച് എരിവ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മൾ സോയാ സോസ് ഒഴിച്ചു, ചില്ലി സോസ് ഒഴിച്ചു. ഇനി ഇതൊന്ന് നല്ലപോലെ അങ്ങ്
മിക്സ് ആക്കിയ ശേഷമാണ് നമ്മൾ ടൊമാറ്റോ സോസ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ചില്ലി സോസ് ബാക്കി എല്ലാത്തിനേലും കുറച്ച് അളവ് കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്, ആ ഒരു എരിവ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതൊന്ന് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ആ സോസ് പരുവാക്കി നമുക്ക് എടുക്കണം. സോയാ സോസ് യൂസ് ചെയ്തത് കൊണ്ട് ഞാൻ ഉപ്പ് അധികം യൂസ് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് ഒന്ന് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. സെയിം ടൈമിൽ ഒരു അടുപ്പത്ത് കുറച്ച് വെള്ളം കൂടെ അങ്ങ് ചൂടാക്കാൻ വെക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നല്ല തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കണം. അതിന് മുന്നായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇതിനകത്ത് ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യുക. ആ സെയിം ടൈമിൽ വെള്ളം ചൂടാക്കാൻ വെച്ചത് നല്ലപോലെ അങ്ങ് ചൂടായി കാണും. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ആയ ശേഷം ആ ചൂടാക്കാൻ വെച്ച വെള്ളം കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ വെള്ളം നമ്മൾ ഏകദേശം ഇതൊന്ന് മുങ്ങിക്കിടക്കാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഇതൊന്ന് കുറുകി വരുന്ന ടൈമിൽ ഇതിനകത്തേക്ക് നമ്മൾ കോൺഫ്ലോർ ഇത് കുറുക്കാനായിട്ട് യൂസ് ചെയ്യുന്നില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബീഫ് മിക്സ് ചെയ്ത് വെച്ചപ്പോൾ നമ്മൾ 3 ടീസ്പൂൺ കോൺഫ്ലോർ യൂസ് ചെയ്തിരുന്നു. അത് ഇതിനകത്തേക്ക് ഇറങ്ങി ഒന്ന് നല്ല പോലെ അങ്ങ് കുറുകി വരും. ഇപ്പോൾ ഏകദേശം ഒന്ന് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് സ്ക്വയറായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, അതുപോലെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ, അതുപോലെ നല്ല സ്ക്വയറായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടെ ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് നമ്മൾ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന സ്റ്റെപ്പാണ് ഇതൊക്കെ തന്നെ. അപ്പോൾ ഇത് അപ്പത്തിനും ഫ്രൈഡ് റൈസിനും അതുപോലെ ഇടിയപ്പം എന്തിനു വേണമെങ്കിലും നല്ല സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചില്ലി ബീഫ് റെസിപ്പിയാണ്. അപ്പോൾ ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നല്ല റെസിപ്പീസായിട്ട് കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ട്